Hello all, I'm Mary Preezy, speech language pathologist. I'm Alex Matthew, audiologist and vestibular therapist. We are the speech and hearing specialist. പ്രീശി നമുക്കിപ്പം കുറേ കുട്ടികളിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടുവരാറില്ല. കുട്ടികൾ ഭയങ്കരമായിട്ട് കരയുക, നിർബന്ധം പിടിക്കുക, വീട്ടിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ കുറേ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. വാട്ട് ഡു യു തിങ്ക് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി, അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടി? ചില കുട്ടികൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പറയാറില്ല, ആ ടോയ് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ച് ഇത് ചെയ്യുന്ന സമയത്ത്. സോ ബിഹേവിയേഴ്സ് ഇസ് ഇന്നെവിറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ബിഹേവിയേഴ്സ് എക്സിബിറ്റ് ചെയ്യും. ഇനി ഇറ്റ്സ് അപ് ടു ദ പേരൻറ്റ് ടു ഡിസൈഡ് ഈ ബിഹേവിയേഴ്സ് ഫീഡ് ചെയ്യണോ ഈ ബിഹേവിയേഴ്സ് സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളത്. ലൈക്ക് ഐ ഹാവ് എ ചൈൽഡ് ആൻഡ് ഇഫ് എൻ്റെ കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ മൈ പ്രൈമറി ഫോക്കസ് ഇസ് ഗോയിങ് ടു ബി എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ എങ്ങനെ മാറ്റാമെന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവൻച്വലി എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് മാറ്റുക, അല്ലെങ്കിൽ ഞാനൊരു പെർട്ടിക്കുലർ അഡ്വൈസബിൾ അല്ലാത്ത കാര്യങ്ങൾ ലൈക്ക് പ്രോബ്ലി ഷോയിങ് എ ടെലിവിഷൻ, ഷോയിങ് എ മൊബൈൽ ഫോൺ കൊടുത്ത് മാറ്റുക എന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എ ബിഹേവിയർ വെർ ദ ചൈൽഡ് ഇസ് ലേണിംഗ്. കുഞ്ഞിന് മനസ്സിലാവുന്നത് ഞാൻ കരഞ്ഞാൽ അമ്മ എനിക്ക് ഫോൺ തരും, ഞാൻ കരഞ്ഞാൽ അമ്മ എനിക്ക് പോയി ടോയ് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് ചോക്ലേറ്റ് തരും. ഇവൻച്വലി കുഞ്ഞ് മനസ്സിലാക്കുന്നത് ഇഫ് ദിസ് ബിഹേവിയർ ഇസ് ഷോൺ ദെൻ പ്രോബബ്ലി എൻ്റെ കാര്യം സാധിച്ചു കിട്ടും എന്നുള്ളത്. റീഇൻഫോഴ്സ്മെന്റ് യെസ്, ബട്ട് നോട്ട് റിയലി ഐ വുഡ് സേ റീഇൻഫോഴ്സ്മെന്റ്. ചില ബിഹേവിയേഴ്സ് ഇഗ്നോർ ചെയ്യണം, ചില ബിഹേവിയേഴ്സ് ഫീഡ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുഞ്ഞിന് അവൻ്റെ ഫുഡ് കൊടുക്കുക, ഫുഡ് ടൈം. ഓക്കെ, അവൻ്റെ ഒരു പെർട്ടിക്കുലർ ചെയർ ആൻഡ് പെർട്ടിക്കുലർ ടേബിളിൽ ഇരുന്നിട്ട് മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിയർ ഇസ് വെയർ യു ഗോയിങ് ടു സിറ്റ് ആൻഡ് ഈറ്റ് യുവർ ഫുഡ്. ഓക്കെ, അങ്ങനെ ഒരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ബിക്കോസ് കുഞ്ഞിൻ്റെ ലൈഫിൽ നമ്മളൊരു സ്ട്രക്ചർ കൊണ്ടുവരിക. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് അബൌട്ട് ക്രിയേറ്റിംഗ് ബിഹേവിയേഴ്സ് വിച്ച് ആർ നോട്ട് ഓക്കെ ഫോർ ദ ചിൽഡ്രൻ. സോ ദിസ് ഇസ് വാട്ട് വെരി മെനി ടൈംസ് പേരൻസിന് തെറ്റിപ്പോകുന്ന ഒരു കാര്യം. ബിക്കോസ് ദേ തിങ്ക് ദാറ്റ് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ഞാൻ ചെയ്യും എന്നുള്ളത് പേരൻസ് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല ഈ ഗ്രോയിങ് ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇസ് സോ സ്ട്രോങ്. വേറൊരു കാര്യമുള്ളത്, ഒരു ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ക്രൈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഫ് യു ക്യാൻ അറ്റ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ദ ക്രൈ എന്തിനു വേണ്ടിയിട്ടാണോ കുഞ്ഞ് ക്രൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇഫ് യു ആർ ഗോയിങ് ടു പ്രൊവൈഡ് സംതിങ് ഫോർ ദെം ദെൻ ദാറ്റ് ഇസ് ഓക്കെ. പക്ഷെ ക്രൈ ഒരു പീക്കിലെത്തി ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത്രയും ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അമ്മ ഇത് തരുള്ളൂ അല്ല അച്ഛൻ ഇത് തരുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ then our behavior മാറ്റാനായിട്ട് it's going to be so difficult for the parent. So children at a very young stage they learn from their environment. Internally അവർക്ക് ലേണിംഗ് ഉണ്ടാവും, എക്സ്റ്റേർണലി ലേണിംഗ് ഉണ്ടാവും. എക്സ്റ്റേർണലി പഠിക്കുന്ന കാര്യങ്ങളാണ് how the parents are reacting to their reactions, how the parents are actually giving them that attention that they want. So basically നമ്മൾ ഇത് ഫീഡ് ചെയ്യാൻ പാടില്ല. അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രേക്ഷ പറഞ്ഞ പോലെ കരച്ചിലുള്ള സമയത്ത് കുട്ടി വാശി പിടിച്ച് കരയുന്ന ടി വി കാണാനാണെങ്കിൽ നമ്മൾ ടി വി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അഗെയിൻ കൊച്ചിൻ്റെ ആ ബിഹേവിയറിനെ നമ്മൾ ഫീഡ് ചെയ്യുന്ന പോലെ. അപ്പോൾ ചൈൽഡ് ഇസ് ലേണിംഗ് ഇസ് ഓക്കെ, ഞാൻ കരഞ്ഞ ടി വി കിട്ടും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു അടി തന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം കിട്ടും. അപ്പം അത് ഒരു എന്താ പറയുക ഗിവ് ആൻഡ് ടേക്ക് പോലെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ eventually that cycle will keep happening and yes. they'll make that behavior very strong. Yes, that's what happens. So I would say idinore solution very many times parents would look into, right? So the behaviors andengil first thing parent will ask engane ee behavior njan korrekkum or karchil engane njan korrekkum endha njan cheyendathu. Very simple, very very simple. Understand what your child wants. I'll say don't panic. Correct, don't panic. ചെയ്തു കഴിഞ്ഞാൽ you don't know what. Yeah, that's huge because ammamar especially being a mother I can see പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ the first thing you get really tensed and you're worried എന്തുകൊണ്ടാണ് കരയുന്നത്, I mean what did I do, why was it my mistake that I didn't take care of my child. ഇത് environmental taboos ആണ്. And also see they are on their emotional this thing. കാരണം കൊച്ചുങ്ങൾ ഇപ്പോൾ ഒരു 4 years 5 years ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിലും they are trying to learn their emotions. Okay, they have to cry.
അവർ കരയേണ്ട സമയത്ത് അവർ കരയണം. അവർക്ക് ആ ഇമോഷൻ പഠിച്ചാലേ അതും സ്ട്രോങ്ങർ ആവത്തുള്ളൂ. So it's okay to cry. It's okay to vent out your emotions. That's where as parents many of us go wrong. Okay, when we say it's not about crying, it's not about letting my child cry in the parayumbo, that there is where you're putting a bar to your child's development. You're saying that ende kunni ividunnu develop avanda ee oru stage il ninna madi ennullathu. And all the emotions are very best way to teach them more things. You can actually modify emotions because ആ സമയത്ത് ഞാൻ കരച്ചിൽ മാത്രമല്ല, ഈവൻ സന്തോഷമാണെങ്കിലും. So this is where you can easily modify and teach them new situations. So അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് parents-ന്റെ. absolutely because even now നമ്മളുടെ ഒരു കോമൺ ഇത് നോക്കിക്കഴിഞ്ഞാലും ഹൗ ഡു വി കണക്ട് ടു പീപ്പിൾ? വി കണക്ട് ത്രൂ ഇമോഷൻസ്, റൈറ്റ്? ഇപ്പം നമ്മൾ ലൈക്ക് കുഞ്ഞുനാളിൽ ഇഫ് വി ഹാവ് എ നെഗറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് എ പേഴ്സൺ ഓർ എ സിറ്റുവേഷൻ, വി റിമെമ്പർ ദാറ്റ് സോ സ്ട്രോങ്. നമ്മുടെ കോഗ്നേറ്റീവ് സെൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. ദിസ് ഈസ് എക്സാക്ട്ലി സെയിം ഈവൻ ഫോർ എ ചൈൽഡ്. അവരുടെ കോഗ്നിഷൻ ഇസ് സോ ഷാർപ്പ് ഇൻ ദ ഡെവലപ്പിംഗ് ഇയേഴ്സ്. ദേ ആർ വെരി സ്മാർട്ട് ഇൻ ദ ഡെവലപ്പിംഗ് ഇയേഴ്സ്. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ദോ ഈവൻ that they can remember it like forever. Okay, now the question is, when should the parents be worried? This the emotions എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റിനെ കാണിക്കുക എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ കണ്ടീഷൻ വരുന്നത്? Okay, so when behaviors first of all start ആവുമ്പോൾ not all behaviors are problematic. Okay, behaviors like being too aggressive, okay, overly anger kanikya, and anger is just not controllable. Or when you have things like when the behavior is when the mother is not able to tell the child, അതായത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ then they need to seek help. ഓക്കെ, സോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ലൈക്ക് എൻ ഓട്ടിസം ഓർ ADHD അല്ലെങ്കിൽ ഒരു സിൻഡ്രോം ഉണ്ടെങ്കിൽ മാത്രമാണ് ബിഹേവിയേഴ്സ് വരിക എന്നുള്ളത് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ this is but it's not like that. നോർമൽ ഡെവലപ്മെൻറ്റിൽ പോലും മെൻ്റൽ ഹെൽത്ത് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നോർമൽ ഡെവലപ്മെൻറ്റുള്ള കുഞ്ഞുങ്ങൾ പോലും ഇസ് അണ്ടർഗോയിങ് സം കൈൻഡ് ഓഫ് ഡീപ് ഡിപ്രഷൻസ്, anxieties that nobody really address. And other മനസ്സിലാക്കണമെങ്കിൽ the parent has to stay with them. They have to be their best friend at the right time. ഞാൻ പറയാം, after 5 years of age, if your child is still showing things like aggressions and anger and not able to express himself or herself, seek help. Okay, that's the time. After 5 years, if there is no secondaries, വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ. But otherwise, after 5 years was I would say. Okay, but earlier aanengil what? Earlier aanengil you can go with the Google and you can go with all the diagnostic criteria which is there. We have DSM-5 which is developed in 2001 because the DSM-5 says that കുഞ്ഞുങ്ങൾ if they have delays or if they have a set of criteria that they have to match for the DSM-5, they can fall into a category of autism. Okay. And even if it is a speech and language delay with behaviors, they might end up having autism. And this word is so common that it is everywhere, all around the internet, all around the schools and all around the development centers. Okay, so don't be puzzled if a child is labeled as autistic, because even a speech and language delay if they're not treated properly, they can end up having autism. It's basically how more knowledgeable we get, and then we have to tackle the behavioral issues. Yes, it's about educating. It's about get advocacy, get help, seek help. Okay, professionals are around to help out. Okay, as a parent, if you come to the professional and ask for help, നമ്മുടെ കുഞ്ഞിനെ അത് ഫെച്ച് ചെയ്യുന്നത്, it's not going, അവിടെ ഒന്നും കുറഞ്ഞു പോകാനായിട്ട് പോകുന്നില്ല. The knowledge that you get, see, it has to be right knowledge ആയിരിക്കണം. That's important. Because ഇപ്പം നമ്മളൊരു പ്രൊഫഷണൽ ഒരു ഇതിലാണെങ്കിൽ you need to see, I would say, first thing is ഇപ്പം നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി ടീം ആണെങ്കിൽ first thing is check if the professional is qualified. Very important. Okay, if it is a speech language pathologist,
റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് മാൻഡറ്ററി ആയിട്ട് നോക്കുക. ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഫഷണൽ RCI സർട്ടിഫൈഡ് അല്ലെങ്കിൽ ഡു നോട്ട് ഗോ ടു ദം, ബിക്കോസ് ദർ ഇസ് വെയർ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വാക്കിംഗ് ഇൻ ടു ഡേഞ്ചർ ആവുക പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ. ആൻഡ് ദെൻ professionals can definitely help out. They can give you knowledge. They can tell you എന്താണ്, what is supposed to be done, what is not supposed to be done for a child. Very many times parents say that എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ചെയ്തു, വേറൊരാളുടെ കുഞ്ഞിനും ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാം. No. Every treatment is tailor-made. നിങ്ങളുടെ കുഞ്ഞിന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അല്ല വേറൊരു കുഞ്ഞിന് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആയിക്കഴിഞ്ഞാലും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇഷ്യൂ ആയിക്കഴിഞ്ഞാലും എന്താണെങ്കിലും സെൻസറി ആണെങ്കിലും ഒരു കുഞ്ഞിനുള്ള ട്രീറ്റ്മെൻറ്റ് ആസ്പെക്ട് ആയിരിക്കില്ല വേറൊരു കുഞ്ഞിന്. യെസ്, each individual is different. Absolutely. So, ഇത് കാണുന്ന ഏതെങ്കിലും ഒരു പേരൻസിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ടു എ പ്രൊഫഷണൽ. ഇറ്റ് ഈസ് ഓക്കെ ടു കൺസൾട്ട് വൺ പേഴ്സൺ ഇഫ് യു ഹാവ് എ കൺസേൺ. Correct? Yeah. So that is what we have to then tell them. Yes, of course, parent, because നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സോഴ്സ് ഓഫ് ലൈറ്റ്, സോഴ്സ് ഓഫ് ഹോപ്പ്, റേ ഓഫ് ഷൈൻ. ഓക്കെ, അപ്പോൾ പേരൻറ്റ് ഹെൽപ്ലെസ് ആണെങ്കിൽ ഇറ്റ്സ് ഫോർ ഷുവർ കുഞ്ഞും ഹെൽപ്ലെസ് ആണ്. സോ ഇഫ് ദ പേരൻറ്റ് ഈസ് ഹിയർ ടു ഗെറ്റ് ഹെൽപ്പ്, നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങളെ തന്നെ ഒരു ഓപ്പൺ ബുക്കായിട്ട് യു ആർ റെഡി ടു ഗെറ്റ് ദ നോളജ് ആണെങ്കിൽ, മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ യുവർ ചൈൽഡ്സ് ലൈഫ്.